ഇതുവഴി ആയിരിക്കണം ചിലപ്പോൾ, വേറെ വഴിയുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് തമിഴ്നാടാണ് കേട്ടോ. ഇവിടെ മുന്നേ വെച്ചിരുന്ന ഒരു ബോർഡാണ് കേട്ടോ. യാതൊരുവിധ ടിക്കറ്റുകളുമില്ല. താഴെ വണ്ടി വയ്ക്കുമ്പോൾ അവിടെ ചെറിയൊരു പാർക്കിംഗ് ഫീ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ ഏകദേശം 53 കിലോമീറ്ററുകളുണ്ട് നമുക്കിവിടെ എത്താനായിട്ട്. ഓപ്പോസിറ്റ് സൈഡാണ്. നമ്മൾ ഫ്രണ്ട് പോയി അപ്പുറത്തെ സൈഡ് പോയി വലിയൊരു പാറ, രണ്ട് സൈഡും പാറയാണ് കേട്ടോ. അപ്പോൾ ഇതും പാറപ്പുറത്തായിരിക്കണം. ക്യാമറ അകത്ത് ഹലോഡ് അല്ല. തിരിച്ചു വരുമ്പോൾ പറ്റുവാണെങ്കിൽ നമുക്കിവിടെ കയറാം. ഇവിടെ ഒരു ചെറിയൊരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഹൈറ്റിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. പുറകിൽ നോക്കുമ്പോൾ നല്ല വ്യൂ പോയിൻ്റായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡൊക്കെ നല്ല വ്യൂ ആയിരിക്കും. ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട് മാർത്താണ്ഡത്തിനടുത്ത് ചിതറാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ വലിയ തിരക്കൊന്നുമുള്ള സ്ഥലം അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ചിതറാൽ. ചിതറാലെന്ന് മാത്രമല്ല, അവിടെ ഉള്ള ഈ ജെയിൻ ടെമ്പിളാണ് നമ്മൾ കാണാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ ഏകദേശം 53 കിലോമീറ്ററുകളുണ്ട് നമുക്കിവിടെ എത്താനായിട്ട്. കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമായതിനാൽ നമുക്ക് വേറെ ഒരു ഡിസ്റ്റർബ് നമുക്കിവിടെ ഉണ്ടാവില്ല. കാരണം ട്രാഫിക്കോ അങ്ങനെയുള്ള സൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ ഡിസ്റ്റർബായിട്ട് തോന്നത്തില്ല. എൻട്രൻസ് മുതൽ ഇതുപോലെ തന്നെ കരിങ്കല്ലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എത്തിയത് വന്നത് മാർത്താണ്ഡം, അതിന് തൊട്ടടുത്തല്ല, കുറച്ച് ദൂരമുണ്ട് ആറ്റൂർ എന്ന് പറയുന്ന സ്ഥലം. അതിന് ശേഷമാണ് ചിതറാൽ എന്ന് പറയുന്ന ഈ സ്ഥലം കേട്ടോ. അപ്പോൾ താഴെ പാർക്കിംഗ് ഫീയും ഒന്ന് രണ്ട് കടകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് പാർക്കിംഗ് ഫീയും പിന്നെന്താണ് ഹെൽമെറ്റൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പിന്നെ ക്യാമറ അകത്ത് ഹലോഡല്ല, അതുകൊണ്ട് നമ്മുടെ മൊബൈൽ ക്യാമറയിലാണ് എടുക്കുന്നത്. ഞാനൊരു പ്രോഗ്രാമിന് വന്നതാണ്. പെട്ടെന്ന് ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് മാപ്പിൽ കണ്ടുകൊണ്ട് വന്നതാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് മുകളിലോട്ട് പോയി നോക്കാം. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിലോട്ട് പോയി എന്താണ് സംഭവം എന്ന് നോക്കാം കേട്ടോ. നടക്കാൻ തുടങ്ങിയത് വന്നിട്ട് പടിക്കെട്ടുകളാണ് കേട്ടോ. കുറച്ച് ദൂരമുണ്ട്, 1 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ചുറ്റും പാറയാണ്, ഈ സൈഡൊക്കെ പാറയാണ്. കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് കപ്പിൾസൊക്കെ വന്നിട്ടുണ്ട്. നല്ല തണലുണ്ട്, മരങ്ങളൊക്കെ സൈഡിൽ നട്ടിലുണ്ട്, തണലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതല്ല പെട്ടെന്ന് തിരിച്ചു പോകാൻ വേണം. അതുകൊണ്ടൊന്ന് ഓടിപ്പോവാം. സ്പീഡ് കൂടുമ്പോൾ കിതപ്പം കൂടും കേട്ടോ. പതുക്കെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പറയൊക്കെ ഇതുപോലെ കരിങ്കല്ല് പാകിയിട്ടുണ്ട്. ഈ സൈഡ് കരിങ്കല്ലാണ്, വലിയ പാറയാണ്. ഞാൻ ഇവിടെ വന്നിട്ടില്ല. ഏത് സൈഡാണ് ടെമ്പിളൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം മുന്നോട്ട് നടന്നു വേണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുറകെ വരിക. പിന്നെ അവിടെ താഴെ 1-2 കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ തന്നെ ഒരു മത്സരമാണ്. വന്നപ്പോൾ തന്നെ ഒരു ടീം ഹെൽമെറ്റ് വെച്ചോളൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. അപ്പോഴേ തന്നെ വെള്ളമൊന്നും വേണ്ടതെന്ന് അവർ ചോദിച്ചു. അവിടെ അടുത്ത ആൾ വന്ന് പാർക്കിംഗ് ഫീ 5 രൂപ വാങ്ങിച്ചു. അവരോടനെ പറയുന്നു അവർക്ക് കച്ചവടം നടക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് വച്ചോളാൻ പറഞ്ഞു. പാവമല്ലേ. അപ്പോൾ 1-2 കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ കാണും. ഇവിടെ മുന്നേ വെച്ചിരുന്ന ഒരു ബോർഡാണ് കേട്ടോ. ഇങ്ങോട്ട് ഫുള്ള് പാറയാണ്, വലിയ പാറ. ഇങ്ങോട്ട് നടന്നു പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. അങ്ങോട്ടും പോകാൻ പറ്റും കേട്ടോ. അതൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ ഉള്ളത്. തിരിച്ചു വരുമ്പോൾ പറ്റുവാണെങ്കിൽ നമുക്കിവിടെ കയറാം. ദൂരമൊക്കെ മലനിരകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇത് തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. നമുക്കതിൻ്റെ ഹിസ്റ്ററിയുടെ നോക്കാം. ഇപ്പോൾ ചിതറാൽ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. എന്നാൽ മുന്നേ തിരുച്ചരണാത്ത് പള്ളി എന്നാണ് ഈ പ്രദേശം മുഴുവൻ അറിഞ്ഞിരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ചിതറാൽ ജൈന ക്ഷേത്രം ഏകദേശം 9-ാം നൂറ്റാണ്ടിലുള്ള ക്ഷേത്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ്. നമ്മൾ നടന്നു വന്ന ഇതുവഴിയാണ് കേട്ടോ. ഇതുപോലെ തന്നെയാണ് വരാനുള്ള, കുത്തുകയറ്റമല്ല, എന്നാലും അത്യാവശ്യം ഹൈറ്റുണ്ട്. അങ്ങോട്ടും പോകുന്നുണ്ട്. അതൊരു വ്യൂ പോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൻ കാഴ്ച കണ്ടിട്ട് വരാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചിതറാൽ ജൈന ക്ഷേത്രം വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ്. ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ചിതറാൽ 1956 സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനങ്ങളിൽ വിഭജിച്ചപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമായി തീർന്നു. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ വലിയൊരു പാറ, 2 സൈഡും പാറയാണ് കേട്ടോ. അപ്പോൾ ഇതും പാറപ്പുറത്തായിരിക്കണം വഴി. ഇടയ്ക്ക് നല്ല തണൽ മരങ്ങളൊക്കെ ഉണ്ട്, നമുക്കിവിടെയൊക്കെ ഇരിക്കാം.
പക്ഷേ ഇപ്പോൾ നട്ടുച്ച സമയമാണ്, 3:30 ആയിട്ടുണ്ട് കേട്ടോ. ഹൈറ്റിലേക്ക് കയറുന്നതുകൊണ്ട് ചെവി അടയുന്നുണ്ട് കേട്ടോ. ചെറിയ കാറ്റുണ്ടെങ്കിലും വെയിൽ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അവിടെ ചെറിയ ചെറിയ ഒരുപാട് പാറകൾ, അത് അവിടെയാണ് കേട്ടോ ക്ഷേത്രം. ചെറുതായിട്ട് കാണുന്നുണ്ട് അവിടെ ആ പാറയുടെ പുറകിൽ. നല്ല ഹൈറ്റിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. പുറകിൽ നോക്കുമ്പോൾ നല്ല വ്യൂ പോയിൻ്റായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡൊക്കെ നല്ല വ്യൂ ആയിരിക്കും. അവിടെ ഒരു പാറ കാണുന്നുണ്ട്. എന്തായിരുന്നാലും തമിഴ്നാട്ടിലെ ആദ്യത്തെ പാറ കയറ്റമായിരിക്കും, അല്ലെങ്കിൽ മല കയറ്റമായിരിക്കും അല്ലേ. അവിടെ ഒരു വലിയൊരു മരം നിൽക്കുന്നുണ്ട് കേട്ടോ. അരശാണെന്ന് തോന്നുന്നു. ഇത്രയും വലിയൊരു ഈ ചുവപ്പ് കായുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഒരു കായുണ്ട് ഉണ്ടോ, ഇതാ അത് അരശാവും. ഇവിടെ ഒരു പാറയാണ്. നമ്മൾ വലത് സൈഡിലേക്ക് തിരിയുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഒരു വലിയൊരു പാറയാണ് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ ഇപ്പോൾ കാറ്റടിക്കുന്നുണ്ട്. ചുറ്റും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് പെട്ടെന്ന് വന്ന് പോകുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് കാര്യമുണ്ട്, കാണാൻ സമയമെടുത്ത് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സമയം ചിലവഴിക്കാനുള്ള സംഭവങ്ങളുണ്ട്. ടിക്കറ്റൊന്നുമില്ല, ഫ്രീ ആണ്. ക്യാമറ അതുകൊണ്ട് കയറാൻ പറ്റില്ല, അത് മാത്രമല്ല ചെക്ക് ചെയ്തു. ബാഗ് ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് മെയിനായിട്ട് ഇതാ പറഞ്ഞത്, ക്യാമറ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ആ മാമൻ തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ശാസ്താംപാറ പോലെ വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള ഏരിയ ആണ് ഇവിടെ. പാറയിലൊരു കുളം കണ്ടോ, പാറയുടെ മുകളിൽ അവിടെ ഇവിടെ പൊത്തുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്നലെ മിനിങ്ങാന്നൊക്കെ പെയ്ത മഴയിലെ കുളമായിരിക്കും. പക്ഷേ ഇത് അല്ലാണ്ടുള്ളത് എന്നു തോന്നുന്നു. നന്നായിട്ട് കിടപ്പുണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. വലിയ പാറയാണ്. ദൂരെ നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ കമ്പി വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ മാത്രമല്ല ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് ചിലപ്പോൾ നടന്ന് പോകാൻ പറ്റുമായിരിക്കും. ഇതിൻ്റെ പുറകിലായിട്ട് നമ്മൾ കാണുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഈ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ചിതറാൽ ജൈന ക്ഷേത്രം വരുന്നത് നമുക്ക് നേരെ മുന്നിൽ ആ പാറപ്പുറത്താണ് കേട്ടോ. അതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇത് സൈഡിലേക്കുള്ള വഴി തിരിഞ്ഞപ്പോൾ ഉള്ള ഒരു വ്യൂ പോയിൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇവിടെ വന്നിരുന്ന് വൈകുന്നേരമൊക്കെ കാറ്റുകൊള്ളാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ സൂര്യ ഉദയവും അസ്തമയവും നമുക്ക് ഇവിടെ ഏത് ഭാഗത്താണെന്നറിയില്ല, എന്തായിരുന്നാലും അതിനും ബെസ്റ്റ് പ്ലേസ് ആയിരിക്കും ഇവിടെ കേട്ടോ. ഇപ്പോൾ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്, നല്ല വെയിലും ഉണ്ട് കേട്ടോ. മലൈക്കോവിൽ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ജൈനക്ഷേത്രം വിക്രമാദിത്യ വരഗുണൻ എന്ന രാജാവിൻ്റെ കാലത്ത് പണി കഴിക്കപ്പെട്ടതാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അവിടുന്ന് നേരെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ ഒരു വലിയൊരു മരം ഈ ഏരിയയിൽ തന്നെ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്, ഒരു ബനിയൻ ട്രീ. നമ്മൾ ഈ കാണുന്ന പടിക്കെട്ടുകൾ കയറിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകാൻ പോകുന്നത് കേട്ടോ, അടുത്തേക്ക് പോകാൻ പോകുന്നത്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടുകൾ കയറി വരുമ്പോൾ ഇതുപോലൊരു കല്ലുകൊണ്ടുള്ള ഒരു കവാടം കാണാം കേട്ടോ. അതിനകത്തൂടെ ആണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ഇതുവഴി ഒരു ചെറിയ വഴി, നമ്മൾ ആ കാണുന്ന ഈ മരമില്ലേ, ഈ മരത്തിൻ്റെ ഇവിടെ ഇങ്ങനെ കയറിയാൽ പറഞ്ഞത്. ഇവിടെ ഒരു ചെറിയൊരു വാതിൽ പോലത്തെ ഒരു സംഭവമുണ്ട്, അടപ്പില്ല. അതുവഴി വരുമ്പോൾ ഇങ്ങനെ പാറകൾക്കിടയിലൂടെയാണ് നമുക്ക് പോകുന്നത് കേട്ടോ. ഇത് കൊള്ളാലോ, അവിടെ ഓപ്പണിംഗ് ആണ് കേട്ടോ. പാറകൾക്ക് ഇടയിലുള്ള ആ ഒരു വഴിയുണ്ടല്ലോ, ആ വഴി നമ്മൾ നടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ പടിക്കെട്ടുകളാണ്, ചെറിയ പടിക്കെട്ടുകൾ ഇറങ്ങി നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെ നിന്ന് തന്നെ പടിക്കെട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ സൈഡിലായിട്ട് ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റും കേട്ടോ. ഇതൊരു സെക്ഷനിൽ നമ്മളെത്തി കേട്ടോ. അവിടെ നോക്കി കരിങ്കല്ലാണ് നമ്മൾ നേരത്തെ കണ്ട ആ വലിയ പാറയിലാണ് ഈ കാണുന്ന ശില്പങ്ങൾക്ക് കൊത്തി വെച്ചിട്ടുള്ളത്. കരിങ്കല്ല് കേട്ടോ. നേരത്തെ പറഞ്ഞിരുന്നു ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് യാതൊരുവിധ ടിക്കറ്റുകളുമില്ല. താഴെ വണ്ടി വയ്ക്കുമ്പോൾ അവിടെ ചെറിയൊരു പാർക്കിംഗ് ഫീ മാത്രമേ ഉള്ളൂ. അതുപോലെ ക്യാമറ ഒന്നും അകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. സമയം രാവിലെ 8:30 മുതൽ 5 മണി വരെയാണ് നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റുന്നത്. നമ്മൾ ഓടി വന്നില്ലേ, ഏകദേശം 1.5 കിലോമീറ്റർ ടോപ്പിലേക്ക് കയറാനുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അത് വലിയ പ്രയാസമായിട്ടൊന്നും തോന്നിയില്ല, നല്ല വഴികളാണ്, അതുകൊണ്ട് വേറെ കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല.
ഇപ്പോൾ നമ്മൾ ആ വലിയൊരു ആ പാറയിലെ അടി സൈഡിലേക്കാണ് വന്നിട്ടുള്ളത്. അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രത്തിൻ്റെ സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ. അകത്ത് ചെറിയ പ്രതിഷ്ഠയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സൈഡ് വ്യൂ. നമ്മൾ ഈ സൈഡിൽ നിന്നാണ് കേട്ടോ വന്നത്. ഈ സൈഡിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്നേ. ഇവിടെ ഒരു ചെറിയൊരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാനാണ് കേട്ടോ. പാറയോട് ചേർത്താണ് ടെമ്പിൾ നിർമ്മിച്ചിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടുക. ചുറ്റും പാറക്കെട്ടാണ്. അതായത് നമ്മൾ നിൽക്കുന്നതും ക്ഷേത്രം നിൽക്കുന്നതും അതിന് താഴെയുമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം വലിയ പാറകളാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ സൈഡിലും വലിയ മരങ്ങളുണ്ട്. നല്ല കാറ്റടിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ മരങ്ങളൊക്കെ നന്നായിട്ട് ആടി ഉലയുന്നുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഒരു കാരണവശാലും നഷ്ടം വരില്ല. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു പാറക്കുളമുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി ഇപ്രകാരമാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നത് പോലെയാണ്. അതിന് അടുത്തായിട്ട് തന്നെ കുറച്ച് മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും വാണിംഗ് ബോർഡുകളൊക്കെ അവിടെ വച്ചിട്ടുണ്ട്. അവിടെയുണ്ട് കേട്ടോ. അവിടെയുണ്ട് ഒരു ഇതിൻ്റെ മുകളിലായിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന ഭാഗത്തുണ്ട്. ഇവിടെയാണ് കുളമുള്ളത്. ഇവിടെ നേരെ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട് കേട്ടോ. നമ്മൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ കൊത്തുപണികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഓൾ കേരളയിൽ 1-2 ജെയിൻ ടെമ്പിളുകൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അകത്ത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല കേട്ടോ. ഇരുട്ടാണ്. ഒരു ഹോള് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ കുറച്ച് ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അകത്തൊരു ഹോള് പോലത്തെ അവരുടെ പ്രാർത്ഥന സ്ഥലങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. നമ്മൾ ഫ്രണ്ട് പോയി അപ്പുറത്തെ സൈഡ് പോയി. ഇതിപ്പോൾ ഓപ്പോസിറ്റ് സൈഡാണ്. ഓരോ പാറകളിരിക്കുന്നത്. ഓക്കെ, ഇത് ഇതുവരെ ഉള്ളു കേട്ടോ. ഇവിടെയൊക്കെ വലിയ പാറകളാണ്. എന്താണ്ട് കേട്ടോ, ഒരു പിടുത്തമില്ലാതെ എന്ന് പറയാൻ പറ്റത്തില്ല. പിടുത്തമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിന് പുറകിലാണ് കേട്ടോ ടെമ്പിൾ വരുന്നത്. ഇതുവഴിയാണ് ഒരു വഴി കിടക്കുന്നത്. അപ്പോൾ അവിടെ ചോദിച്ചോ പറഞ്ഞ് ഇതുവഴി ഇനി നമുക്ക് പോകാനുള്ള വഴിയാണെന്നാണ് പറയുന്നത്. ടെമ്പിൾ മുകളിലേക്ക് പോകാനുള്ള വഴി കണ്ടില്ല കേട്ടോ. നമ്മൾ മുകളിൽ കണ്ടില്ലേ, അവിടത്തേക്ക് പോകാനുള്ള വഴി കണ്ടില്ല. എന്തായാലും വളരെ വിശാലമായിട്ടുള്ള പാറ. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് താഴെ നിന്ന് കയറിയപ്പോൾ മുതലേ പാറയാണ്. അത് ഇതുവഴിയാണ് പോകും. അല്ല, അവിടെ ആൾ നിൽക്കുന്നുണ്ട്. ഉണ്ടോ, നമ്മൾ നേരത്തെ വന്നപ്പോൾ പറഞ്ഞ ഇതാണ് തോന്നുന്നു. എല്ലായിടം നോക്കിയാലും വളരെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകളാണ് കേട്ടോ. ഫാമിലിയും ഒത്തരൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ റിസ്ക് ഒന്നും ഉള്ള സ്ഥലമല്ല. അതുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് തന്നെ തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ കയറി വന്ന വഴി നമുക്ക് ഈ പാറപ്പുറത്ത് നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് മലനിരകൾ കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു റിവർ കാണാൻ പറ്റും. കുറേ പള്ളികൾ കാണാൻ പറ്റും. കുറേ കെട്ടിടങ്ങൾ കാണാൻ പറ്റും. ഏതൊക്കെ ഏരിയ ആണെന്ന് നമുക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയത്തില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. ഇതുവഴി ആയിരിക്കണം ചിലപ്പോൾ, വേറെ വഴിയുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഇതുവഴി നടന്നു പോയിട്ടുള്ള വഴിയുണ്ട്. നമ്മൾ തൊട്ട് താഴെയാണ് നമ്മുടെ മെയിൻ ആ ഒരു കെട്ടിടം കണ്ടത്. നമ്മൾ അങ്ങ് താഴെ നിന്ന് നടന്നു വന്നപ്പോഴും ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു ഹൈറ്റിലുള്ള ഒരു കെട്ടിടം കാണാൻ പറ്റി. നമ്മൾ താഴെ പോയപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഈ പാറയ്ക്ക് താഴെയാണ് നമ്മൾ ആ ഒരു വലിയ കെട്ടിടം അല്ലെങ്കിൽ ക്ഷേത്രം കണ്ടത്. നമ്മൾ ടോപ്പിലായിട്ട് കണ്ട ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ഈ പാറയുടെ പുറത്തുകൂടെയാണ് വഴി. നമ്മൾ വന്ന വഴി വേണമെങ്കിൽ കയറാൻ പറ്റും കേട്ടോ ഇവിടത്തേക്ക്. ഇതാണ് കേട്ടോ ആ ടോപ്പിലുള്ള ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ നടന്നു വന്ന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ താഴെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ ടോപ്പ്
കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് മുകളിൽ നിന്നുള്ള കാഴ്ച. ആ വലിയ പാറ നമുക്ക് കാണാൻ പറ്റും, താഴത്തെ ക്ഷേത്രം കാണാൻ പറ്റും. വലിയ പാറക്കൂട്ടങ്ങളാണ്, വലിയ ഏരിയയിൽ നിറഞ്ഞിരിക്കുന്ന പാറയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. ചിതറാൽ ജെയിൻ ടെമ്പിളിൻ്റെ വിശേഷങ്ങളായിരുന്നു നമ്മൾ കാണിച്ചിരുന്നത്. കൊള്ളാം, നല്ലൊരു സ്ഥലമാണ് കേട്ടോ, നല്ലൊരു സ്ഥലം. ടിക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ വന്ന് കുറച്ച് മൈൻഡ് സെറ്റാകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല രസമുണ്ട്, അടിപൊളിയാണ്. നമ്മൾ സ്ഥിരം മലകയറാൻ പോകുന്നതുകൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം. കൊള്ളാം, നല്ല സ്ഥലങ്ങൾ. പതുക്കെ വന്ന് പോകാനാണെങ്കിൽ മാർത്താണ്ഡത്തിനടുത്താണ്. മാർത്താണ്ഡമൊക്കെ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കന്യാകുമാരിയൊക്കെ പോകുന്ന അവർക്ക് വേണമെങ്കിലും പറ്റും. അത് ആ റൂട്ടാണോ എന്നറിയില്ല കേട്ടോ. അങ്ങനെ ആണെങ്കിലും ടച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ്. ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. അപ്പോൾ ചരിത്രവും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. എന്തായിരുന്നാലും അടിപൊളി സ്ഥലം. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. പെട്ടെന്ന് ഓടിച്ചാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മളിങ്ങനെ പ്രോഗ്രാമിനൊക്കെ വരുമ്പോഴാണല്ലോ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ കണ്ടുപിടിച്ച് വരാറുള്ളത്. അപ്പോൾ കുറച്ച് സമയം ഡിലേ വന്നതുകൊണ്ട് എനിക്കും അത്രയ്ക്കും അർജൻറ്റായിട്ട് പോവേണ്ട കാര്യങ്ങൾ വന്നു. അങ്ങനെയാണ് പിന്നെ ഓടിച്ച് കാണിക്കേണ്ടി വന്നത്. അതായിരുന്നാലും നിങ്ങൾക്ക് ഇവിടെയുള്ള മെയിനായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്, താഴേക്ക് പോവാണ് കേട്ടോ. താഴെ ബൈക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ഈ കുഞ്ഞു ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല കിടിലം വീഡിയോസ് നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോടൊന്ന് പറയൂ. ചേഞ്ച് ആവണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമാക്കി ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കാനും ഒന്നും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.